നമോ ഭഗവതേ ദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സംസാരസാഗരേ മഗ്നം ദീനം വാം കരുണാനിധേ കർമ്മഗ്രാഹൃതാംഗമോദാർവാണവാത് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോऽസ്തി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സർവദാ സവരസ്തയ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ. കസ്തൂരിതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൂർത്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. അസ്തി സ്വസ്തരിണീ കരാഗ്രവിഗ്രത് കൽപ്പപ്രസൂനാലുപ്തം വസ്തു പ്രസ്തു വേണുനാഥലഹരി നിർവാകുലം സ്രസ്താ സ്രസ്താ നിബദ്ധാ നീവിലസദ്ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഗ്നോധാരം കിശോരാകൃതി. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമപുരാണം ലോകവിശ്രുതം ശൂന്യാശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൂന്യായസ്തു ഓ സഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യ നരാ ഭക്ത്യാ മമ പ്രത്യേക സുഹൃത്. വസ്ത്ര അലങ്കരണൈ പുഷ്പൈർധൂപദീപോപകാരകൈഃ വഹീകൃതോഹി അഹം തച്ഛാദ ശ്രിയാസത്പതിർയഥാ. സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യദുവന്യർച്ചർത്ഥേഷു അവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവി മുഹ്യന്തി യസ്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അംശാ ധാംനാ സേന സദാ നിരസ്തോകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോചിതാ കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനിയെ കൃതേയും വാവൈരീശ്വരഃ സദ്യോ ഹൃദയ അവരിത്വതേ അത്ര കൃതിവീശുഷ്വീർണാത് നിഗമകൽപതരോഗരിതം സുഖമുഖാത് അമൃതസംയുതം പിബതാ ഭാഗവതം രസമാലയം മുകുരഹോ രസിയാഭുഭാവുകാഃ. സുതൗവാച യം പ്രവർജന്തമനുവേദമവേദകൃത്യം ദീപായനവിരഹകാതര ആജുഹാവാ പുത്രീതി തന്വേതരവോ അഭിനേതു സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഗ്രശ്രുസാരമേകം ആധ്യാത്മദീപം അതിദൃഷ്ടാന്തമോദം സംസാരിണാം കരുണയാ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിമിത്രപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഹരേ കൃഷ്ണ. ഓം തത്സത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. പ്രഭുജിയെ ഹരേ കാണുന്നില്ലല്ലോ. കാണുന്നില്ല. ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
കാണുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. കാണുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഗോവിന്ദരാജൻ പ്രഭു പറയുന്നതിന് തൊട്ട് ടൈറ്റിൽ എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അതാ രസം. അവിടെ വരും എന്തെങ്കിലും വിളിച്ചു പറയും. ഹരേ കൃഷ്ണ. എത്ര പേര് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാ പിന്നെ ക്ലാസ് നിർത്തുന്നത്? അടുത്ത ക്ലാസ്സുകൾ നമ്മൾ സാധാരണ ക്ലാസ് എങ്ങനെയാണ് അവസാനം നിർത്തുന്നതെന്നാണ് ചോദിച്ചത്. എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റിലെ ശ്ലോകം ഏകം ശാസ്ത്രം ചൊല്ലാറുണ്ടോ? ഇല്ല പ്രഭു. ഏകം ശാസ്ത്രം നമുക്ക് ചെല്ലണം. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്രേവ ഏകോ മന്ത്രസ്യ നാമാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഇത്രയെങ്കിലും ചെല്ലണം. ബാക്കി ഉള്ള ശ്ലോകങ്ങൾ ഗോവിന്ദരാജൻ പ്രഭു അധികർത്ത ഹരേ കൃഷ്ണ അവര് പറയും. അങ്ങനെ ആണ് നമ്മൾ മംഗളമായിട്ട് നിർത്തുക. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം പത്മപുരാണത്തിൽ നമ്മൾ ഈ ഭഗവത്ഗീതയില് ഗീതാധ്യാനത്തില് കൊടുക്കുന്നുണ്ട്. അവസാനം ഏകം ശാസ്ത്രം എടുക്കാൻ പറ്റുമോ ഭഗവത്ഗീതയില്? ഗീത മഹാത്മ്യത്തിലല്ലേ പ്രഭു? ഗീതാമഹം. ഹരേ കൃഷ്ണ. എടുക്കാൻ പറ്റുമോ ഭഗവത്ഗീതയിലൊന്നും? ഏറ്റവും ലാസ്റ്റിൽ വരും. ഹരേ കൃഷ്ണ. ആ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതമേകോ ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി കർമ്മപേകം തസ്യ ദേവസാ സേവ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ. ദേവസ്യ സേവ എന്താ അർത്ഥം? ആ വിവരണങ്ങളൊന്ന് വായിച്ചു. എടുക്കട്ടെ, അർത്ഥമുള്ളത് എടുക്കട്ടെ. കേൾക്കാൻ വയ്യ. അർത്ഥമുള്ള ബുക്കല്ല ഞാൻ എടുത്തത്. അതാണ് ഒന്നാമത്തെ കാര്യം. നോട്ട് ദ പോയിന്റ്. ഏത് ബുക്ക് എടുത്തത്? ഡെയിലി വായിക്കുന്ന ബുക്കാ പ്രഭു. ഇനി ശ്ലോകം മാത്രം വായിക്കാൻ വേണ്ടിട്ടല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അർത്ഥമുള്ള ആരെയും കയ്യിലുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. അറിയാവുന്ന പോലെ പറഞ്ഞാ മതിയോ പ്രഭു? എന്തോ? ഏകം ശാസ്ത്രം എന്ന് പറഞ്ഞാല് ഒരേ ഒരു ശാസ്ത്രം ഈ ലോകത്ത് ഒരേ ഒരു ശാസ്ത്രമേ ഉള്ളൂ. അത് ദേവകി പുത്രഗീതമാണ്. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത വരി അതിന്റെ വായിക്കാം. ഭഗവത്ഗീത തന്നെ അവതാരിക ആരെങ്കിലും ഒന്ന് എടുത്തോളൂ വേണമെങ്കിൽ ഞാൻ പറയാം. ഭഗവത്ഗീതയിലെ അവതാരിക അത് 43-ാമത്തെ പേജിൽ ലാസ്റ്റ് ഉണ്ട്. ഈ ശ്ലോകവും അതിന്റെ അർത്ഥവും തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അതാ പ്രഭു ആദ്യമേ പറഞ്ഞത്. ആരെങ്കിലും എടുത്തൊന്ന് വായിക്കും. ഇക്കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥവും ഒരേ ഒരു ഈശ്വരനും കാലത്ത് ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ യോഗീശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കുവാൻ ഉത്സുകരാണ്. ആകയാൽ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഒറ്റ ഗ്രന്ഥം മാത്രമുണ്ടായിരിക്കട്ടെ ലോകത്തിന്. പൊതുവായ ഏക ധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവോ ദേവകി പുത്ര ഏവ സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രമാണ് ഉണ്ടായിരിക്കട്ടെ. ശ്രീകൃഷ്ണൻ ഏക മന്ത്രസ്തസ്യ നാമാനി ഒരേ മന്ത്രം. അവിടെ നിർത്തേണ്ടത് അവിടെ അല്ല. അതായത് ദേവകി പുത്ര സമസ്ത സ്ഥിതിയും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ ശ്രീകൃഷ്ണൻ. അവിടെ നിർത്തണം. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. പിന്നിട്ടാണ് ശ്രീകൃഷ്ണൻ ഏകോ മന്ത്രസ്ത നാമാനി ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന തന്നാമ സങ്കീർത്തനം
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ, പരമ ദിവ്യോത്തമ പുരുഷ സേവന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഏകോ ദേവോ ദേവകീ പുത്രയേവ. നമുക്ക് ഭഗവത്ഗീതയാണ് ഒറ്റ ശാസ്ത്രം. നമ്മൾ പറയാറുണ്ട്. ഇപ്പം ഇവിടുന്ന് കുറെ പേര് അവിടെ കീർത്തനം ചെയ്യാൻ വന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പ്രഭാഷണം പറയുന്നുണ്ടായിരുന്നു, ഇല്ലേ ഗോവിന്ദരാജൻ പ്രഭു? അതെ പ്രഭു. നമ്മുടെ ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ബാ വിളിക്കും, അതുപോലെ എല്ലാം വിളിച്ചു പറയും. അപ്പൊ പറയും നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് വേദങ്ങളാണ്. നമ്മുടെ ശാസ്ത്രം വേദമല്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, സർവസ്യജാഹം കൃതിസന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈച്ച സർവൈർ അഹം ഏവ വേദ്യു വേദാന്തകൃത് വേദ വിദേവചാഹം. ഏതാ ശ്ലോകം വരുന്നത്? 15 എപ്പോഴും ഞാൻ പറയും. വേദാന്തകൃത് വേദ വിദേവചാഹം. ഈ വേദങ്ങൾ എല്ലാം അറിയേണ്ടത് തന്നെയാണ്. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എന്തിനാ പറയുന്നത് അർജുന? ഈ വേദങ്ങൾ ഉണ്ടാക്കിയവരും ഞാൻ തന്നെയാണ്. അപ്പൊ ആരെ അറിയേണ്ടത്? അറിയേണ്ടത് ഭഗവാനെ. അതാണ് വേണ്ടത്. അപ്പൊ ഇത് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുശിഷ്യ ബന്ധത്തിലൂടെ നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും വായിച്ച് പഠിക്കാത്തത് കൊണ്ട് അത് പറയാൻ ഒരുവന് സാധിക്കുന്നില്ല. അപ്പൊ അവിടെ ഭയചകിതനാകും. എന്താണ് പറയേണ്ടത്? അല്ലെങ്കിൽ സഭാകമ്പം ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഉത്തരമില്ലാതെ വരും. അവിടെയാണ് വീണ്ടും ഇത് പത്മപുരാണത്തിനെ കൂട്ടിയതുകൊണ്ടാണ് ശിലാ പ്രഭുപാദര് ഗീത ധ്യാനത്തിന് അവസാനം കുറിച്ചു വെച്ച് നിർത്തിയിരിക്കുന്നത് ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. അപ്പം ദേവകി പുത്രനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ് ഒരൊറ്റ ശാസ്ത്രം. ഏതാ ശാസ്ത്രം അത്? ഭഗവത്ഗീത. അപ്പൊ നമ്മുടെ ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഭഗവത്ഗീത. ഇത്രയേ ഉള്ളു കാര്യം. കണ്ണടച്ച് നമുക്ക് പറയാൻ സാധിക്കണം, ഭഗവത്ഗീത. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. അത് ഭഗവാനെ കുറിച്ച് പറയുന്നതാണ്, ദേവകി പുത്രനെ കുറിച്ച് പറയാനുള്ളതാണ്. ഏകോ ദേവോ ദേവകി പുത്ര ഏവ. ഒരൊറ്റ ഈശ്വരനെ നമ്മുടെ മുന്നിലുള്ളൂ, ദൈവമേ നമ്മുടെ മുന്നിലുള്ളൂ. ആരാണത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ. ദേവകി പുത്രൻ ഏവ. ദേവകി പുത്രൻ. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. എന്താ നമുക്ക് മന്ത്രമുള്ളത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഏകോ മന്ത്ര തസ്യ നാമാനിയാനി. പിന്നെന്താ പറഞ്ഞത്? കർമാപി ഏകം തസ്യ ദേവസ്യ. ഒരൊറ്റ ധർമ്മമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ്? ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സ്നേഹം, സേവനം. ഇത്രയുള്ള കാര്യം. ഇത്രയും മനസ്സിലായില്ലേ? അതെ പ്രഭു. ഇത്രയുള്ള കാര്യം. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കുറേ ഉണ്ട് ശ്ലോകം, അത് ശ്ലോകം ഇട്ടുതരും. ആ ശ്ലോകം നമ്മൾ വായിച്ച് പഠിക്കണം. പഠിച്ചതിന് ശേഷം പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ രണ്ടാമത് ക്ലാസ്സുകൾ അവസാനിക്കുമ്പോൾ ഇത് നമ്മൾ ചൊല്ലി നിർത്തി നമസ്കരിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിച്ച് നമ്മൾ പിരിയും. ഇതിനെയാണ്, ഈ ശ്ലോകത്തെയാണ് മറ്റൊരു തരത്തിൽ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം ഏകോ ദേവോ ദേവകി പുത്രയേവ ഏകോ മന്ത്രതസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരു മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് അന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട്
മനുഷ്യനെ പറഞ്ഞു മനസ്സിലാക്കിയത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് പ്രഭു. ഇത്രയുള്ള കാര്യം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇത്ര മാത്രം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്ത് ശ്രീല പ്രഭുപാദർ തന്റെ പ്രഭാഷണങ്ങളിലൂടെ പറയുന്നതിൻ്റെ കൂട്ട് ഒരു അധ്യാപകൻ ഒരുപക്ഷെ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. എന്തുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് വലിയ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് പറയാത്തത്? അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് ഗുരു മനസ്സിലാക്കിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇത്രയുള്ള അവിടെയും സംഭവിച്ചത്. അത് ബുദ്ധമതമാണെങ്കിലും ശരി, മറ്റേതൊന്നാണെങ്കിലും ശരി, ഇതിന്റെ എല്ലാം വേര് എന്ന് പറയുന്നത് അഹം സർവസ്യ പ്രഭവോ. ഏതാ ശ്ലോകം? അഹം സർവസ്യ പ്രഭോ. ഏതാ ശ്ലോകം വരുന്നത്? ആ 10 10:8 ചതുർശ്ലോകി ഭഗവത്ഗീത. അഹം സർവസ്യ പ്രഭോ മത് സർവം പ്രവർത്തതേ ഇതി മത് ഭജന്തേ മാം ബുധാഭാവ സമന്വിതഃ. ഈ ആധ്യാത്മിക ലോകങ്ങളുടെ, ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ, ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. എന്നെ ഉള്ളൊഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പം മനസ്സിലായല്ലോ നമ്മൾക്ക് ആ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ഭഗവാൻ വ്യാസമഹർഷിയുടെ പിതാവ് പരാശരമുനി ഒരു നിർവചനം ചെയ്തിട്ടുണ്ട് വിശ്വാസത്തെക്കുറിച്ച്. ശ്രേഷ്ഠമായ ഒന്നിൽ മനസ്സ് ഉറപ്പിക്കുന്നതിന് വിശ്വാസം എന്ന് പറയുന്നു. അത് തന്നെയാണ് എൻ്റെ വഴി, അത് തന്നെയാണ് എൻ്റെ പാത, അത് തന്നെയാണ് എൻ്റെ പാത, അത് തന്നെയാണ് എൻ്റെ ജീവനും, അത് തന്നെയാണ് എൻ്റെ മാർഗവും. ഭാഗവത്തിൽ ഏതാ ശ്ലോകം വരുന്നത്? എല്ലാം വാസുദേവനാണ്, വേദങ്ങളും വാസുദേവനാണ്. ഏതാ ശ്ലോകം വരുന്നത്? വാസുദേവ പരം ദേവ. ചൊല്ലിക്കോ. വാസുദേവ പരവേദ. വാസുദേവ പരം തപ. ചൊല്ലിക്കൊള്ളു ഫുൾ ശ്ലോകം. അത്ര അറിയാം പ്രഭു. ആരെടുക്കും? എത്രാമത്തെ ശ്ലോകം വരുന്നത്? വാസുദേവ പരവേദ വാസുദേവ പരാമഘാഘ. ഏതാ? പ്രഥമ സ്കന്ധത്തിന് പ്രഥമ സ്കന്ധത്തില് 22-ാമത്തെ അധ്യായത്തിൽ 28, 29 ശ്ലോകങ്ങൾ എടുക്കാമോ? പ്രഥമ സ്കന്ധം 2-ാമത്തെ അധ്യായത്തില് 28, 29. ഹരേ കൃഷ്ണ. വാസുദേവ പരാ വേദ വാസുദേവ പരാമഹ വാസുദേവ പരാ യോഗ വാസുദേവ പരാ ക്രിയ വാസുദേവ പരം ജ്ഞാൻ വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനങ്ങളൊന്ന് വായിക്കാം. വെളിപ്പെട്ട ധർമ്മശാസ്ത്ര വിജ്ഞാനത്തിന്റെ ആത്യന്തിക പൊരുൾ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകുന്നു. പരമദിവ്യോത്തമ പുരുഷനെ പ്രീതിപ്പെടുത്തുകയാണ് യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം. യോഗം പരമദിവ്യോത്തമ പുരുഷനെ സാക്ഷാത്കരിക്കാനുള്ളതാകും. സർവകർമ്മഫലങ്ങളും പരമദിവ്യോത്തമ പുരുഷനാണ് പരമമായി
പ്രദാനം ചെയ്യുന്നത്. പരമജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാകുന്നു. മാത്രവുമല്ല, സമസ്ത കഠിന നിഷ്ഠകളും വൈരാഗ്യങ്ങളും തപചര്യകളും അനുഷ്ഠിക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കുവാനാണ്. ഭഗവത് ഭക്തി യുത സേവന സമർപ്പണമാണ് മതം. ജീവിതത്തിന്റെ നിയാമക ലക്ഷ്യം പരമദിവ്യോത്തമ പുരുഷനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ മതം എന്താണെന്നാ പറഞ്ഞത്? പരമദിവ്യോത്തമ പുരുഷൻ. ആ ആ എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റിൽ നിന്നുള്ള രണ്ടാമത്തെ വരി. പരമദിവ്യോത്തമ പുരുഷനാണ് പരമമായ ഭഗവാനെ മനസ്സിലാക്കുകയാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോടുള്ള സേവനമാണ്, അല്ലേ? നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹമാണ്. നമ്മളിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എഴുതിയിരിക്കുന്ന വേർഡ് അല്ല, ആക്ച്വലി അർത്ഥമല്ല പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം സോ കാൾഡ് റിലീജിയൻ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്നതാണ്. റിലീജിയൻ എന്ന് പറയുന്ന ധർമ്മം സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാനെ സേവനം ചെയ്യുകയാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരമമായ ധർമ്മം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്. ആരാ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ? ഭഗവാൻ. ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ മുന്നിൽ വേണ്ടത്. ഈ ഒരു വിശ്വാസം കർണനില്ലാത്തത് കൊണ്ട് കർണന് തോൽവി അടയേണ്ടി വന്നു. കാര്യം ഈ ധർമ്മത്തിന്റെ പിതാവ് ആരാണോ, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ പര്യായം എന്ന് പറയുന്നത് ആരാണോ, ആ ധർമ്മൻ ആണ് കർണനോട് പറഞ്ഞത്, എന്നാ നിന്റെ സഹോദരനോടൊപ്പം നീ നിൽക്കണം യുദ്ധത്തില്. അപ്പം അങ്ങനെ പറഞ്ഞ ധർമ്മത്തിന്റെ പിതാവ് കർണനോട് പറഞ്ഞപ്പോൾ കർണൻ ധർമ്മത്തിന്റെ പിതാവിനോട് ധർമ്മം പഠിപ്പിക്കാൻ ചെന്നു. ശരിയല്ലേ? ആണോ അല്ലേ? അതെ. എന്ത് തമാശയാണ്. ഭഗവാൻ ദേഷ്യപ്പെട്ടോ? ദേഷ്യപ്പെട്ടില്ല. ഭഗവാൻ ചിരിച്ചതേ ഉള്ളൂ. ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇന്നലെ ഒരു രക്ഷാകർത്താവിനെ കണ്ടു. കുട്ടിയെ ഭഗവത്ഗീതയെ പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ല. എന്തിനാ ഭഗവത്ഗീത പഠിപ്പിക്കാൻ വേണ്ടത്? നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനാണ്. നമുക്കൊരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം, ഒരു കുലീനത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരുവന്റെ വ്യക്തിത്വത്തെ ബേസ് ചെയ്തിട്ടാണ് അവൻ പഠിത്തം പൂർത്തിയാക്കിയെങ്കിൽ പോലും, ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചെങ്കിൽ പോലും, ഉന്നത സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനായവൻ ഒരു ഇന്റർവ്യൂവിൽ പാസ്സാകണമെന്നുണ്ട് അവന്റെ വ്യക്തിത്വത്തെ അളക്കും. ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ബേസിക് റിക്വയർമെന്റ് ഇതാണ്. ഏതൊരുവനും ഒരു വർഷമൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ കറപ്ഷനിലോട്ട് പോകത്തുള്ളൂ. അത് മറ്റൊരു കാര്യം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരുവന് ഉന്നതമായ ഒരു പൊസിഷനിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു കുലീനനാവണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? എന്താ വേണ്ടേ? ഭഗവത്ഗീത പഠിക്കണം. കാര്യം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭഗവത്ഗീതയിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ധർമ്മത്തിന്റെ പിതാവിനോട് ധർമ്മം ഉപദേശിക്കാൻ ചെന്നപ്പം കൃഷ്ണൻ ദേഷ്യം വന്നില്ല. കൃഷ്ണൻ ചിരിച്ചു. ശരി, അങ്ങനെയാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദേഷ്യപ്പെട്ടോ? ഇല്ല. താൻ ഇവിടെ പറയല്ലോ, ഹരിതാമഗതത്തിലാണോ, താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അറിയാമോ? താൻ അനുഭവിച്ചിടുകന്നേ വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. താൻ അനുഭവിച്ചിടുക തന്നെ വരും. അങ്ങനെ ഭഗവാൻ അത് മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ കർണൻ അനുഭവിച്ചു, അല്ലേ? ഇവിടെ വിശ്വാസമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഭഗവാനാണ്. ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം. വിശ്വാസത്തെക്കുറിച്ച് ഒരു കഥ പറയാം. ഈ കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഒരുവൻ പെട്ടെന്ന് പറയാണ്, കഥയെ ആരംഭിക്കുകയായി.
കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പരിസരത്തിലെ എല്ലാ വെളിച്ചങ്ങളും ഓഫ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇല്ലേ? എങ്ങനെയാണോ നാടകം കുറെ നേരമായി തുടങ്ങുന്നതിന് മുമ്പ് നാടകം തുടങ്ങുന്നതിന് മുമ്പ് 2 വാക്ക്? ഇല്ലേ? ഹരേ കൃഷ്ണ. ഒരാള് വഴിതെറ്റി മരുഭൂമിയിലായിപ്പോയി. അദ്ദേഹം വീണ്ടും വഴിതേടി നടന്നെങ്കിലും അത് മരുഭൂമിക്കുള്ളിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്തത്. ഒരാളെയും കാണാനില്ല. ഒരാളെ എന്നുള്ളതല്ല, ഒരു ജീവിയെയും കാണാനില്ല. അദ്ദേഹത്തിന് ദാഹിച്ചു തുടങ്ങി, വിശന്നു തുടങ്ങി, ക്ഷീണിച്ചു തുടങ്ങി. അങ്ങനെ ബോധം കെട്ട് വീണു. അവിടുന്ന് വീണ്ടും എഴുന്നേറ്റു. ഒരിറ്റ് വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിച്ചു. അപ്പോഴാണ് അദ്ദേഹം കാണുന്നത്, അങ്ങ് ദൂരെ മരുഭൂമിയിൽ ഏതോ ഒരിടത്ത് ഒരു ചെറിയൊരു കുടിലിന്റെ ലക്ഷണങ്ങൾ കണ്ടു. അദ്ദേഹത്തിന് അതൊരു ഊർജമായിട്ട് മാറി. അത് തന്നെയാണ് തന്റെ ലക്ഷ്യം എന്ന്. ഒരുപക്ഷെ അവിടെ ആരെങ്കിലും താമസിക്കാം, അവിടുന്ന് ഇത്തിരി വെള്ളം കിട്ടിയിരിക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ, നോട്ട് പോയിന്റ്, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നടന്നു. ആള് കഷ്ടപ്പാടിലാണ്, നടക്കാൻ വയ്യ. പക്ഷേ അദ്ദേഹത്തിനൊരു വിശ്വാസം, അവിടെ ആരെങ്കിലും ഒരാൾ കാണും. അങ്ങനെ നടന്നു. വഴിയിൽ എത്രയോ ഇടത്ത് ബോധം കെട്ടുന്നു. അവിടെ ചെന്ന് കുടിലെത്തിയ അവസാനം കുടിലിൽ നിന്ന് ഒരനക്കവുമില്ല. ഈ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല പ്രഭു. അവിടെ എത്തി, ആരെയും കാണുന്നില്ല. കുറച്ചു നിമിഷം അവിടെ നിന്ന് തന്നെ തനിക്ക് ദാഹമടക്കാൻ വയ്യാതായി. ആ വീട്ടിലേക്ക് കയറാൻ പ്രേരിതനായി. അങ്ങനെ കതവ് തല്ലി തുറന്നു. അവിടെ എല്ലാം നോക്കി, ഒന്നും വെള്ളം കാണുന്നതിന്റെ ലക്ഷണമില്ല, ആള് താമസിക്കുന്നതിന്റെ ലക്ഷണമില്ല. വീണ്ടും നിരാശനായി അവിടെ കുത്തിയിരുന്ന് വീണ്ടും തലയുയർത്തി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് വലിയൊരു മൺഭരണി, ഒരു പൂജയിരിക്കുന്നു. അദ്ദേഹം വീണ്ടും ഉന്മേഷവാനായി. ഒരു ഊർജം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയതുപോലെയായി. ആ ഊർജത്തിൽ അദ്ദേഹം ചലിച്ചു ആ ഭരണിയുടെ അടുത്തെത്തി. അപ്പോഴാണ് ഒരു കുറിപ്പ് അവിടെ കണ്ടത്. എന്താണ്? ഈ കുടത്തിൽ കാണുന്ന വെള്ളം എടുത്ത് നോക്കുമ്പോൾ ഒരു ഹാൻഡ് പമ്പ്, ആ പമ്പിൽ, നമ്മുടെ കുഴൽക്കിണറിൽ ഒഴിക്കുന്ന ഹാൻഡ് പമ്പ്, അതിലെടുത്ത് ഒഴിക്കണം. ആദ്യം വീണ്ടും ക്ഷീണിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കുടിക്കൂ. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ സ്തബ്ധനായി നിൽക്കുക. ഒരിടത്ത് വിശപ്പ്, ഒരിടത്ത് ദാഹം, ക്ഷീണം, മറ്റൊരിടത്ത് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നു, ഈ വെള്ളമെടുത്ത് അടുത്ത ഹാൻഡ് പമ്പിൽ ഒഴിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ പമ്പ് പ്രവർത്തിപ്പിക്കുക. പരീക്ഷണങ്ങളുടെ സമയമല്ല, ആകെ ദാഹിച്ചു വന്നതാണ്. പൂജയിലാണെങ്കിൽ ഇത്തിരി വെള്ളം ഉണ്ട്. എന്റെ ചോയ്സാണ്, ആ വെള്ളം കുടിക്കണമോ അതോ ഈ പറഞ്ഞിരിക്കുന്നതിനുള്ള തിരിച്ചൊഴിക്കണോ? നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും. അവിടെയാണ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹവും ഇതേപോലെ വെള്ളം കുടിച്ചാലോ എന്ന് ചിന്തിച്ചു. കാര്യം ഇനിയൊരു പരീക്ഷണത്തിനില്ല, ഇത് ദൈവമായിട്ട് കൊണ്ടു തന്നിരിക്കുന്നതാണ്, ഇനി ഞാനിത് കളയണോ എന്നൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കത്തില്ലേ? ദൈവമായിട്ട് കൊണ്ടു തന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാ കളയുന്നത്? ഇല്ലേ? ചോദിക്കില്ലേ? മനസ്സിൽ ചോദിക്കും. ഒരു മിനിറ്റ്.
ഓക്കെ. ചോദിച്ചു. പക്ഷേ അദ്ദേഹം ആ കുറിപ്പടിയെ മാനിച്ചു. വളരെ ക്ഷമയോടെ ആ വെള്ളമെടുത്ത് ഹാൻഡ് പമ്പിൽ ഒഴിച്ചു. വെള്ളമൊഴിച്ചു. ആ പമ്പ് അദ്ദേഹം പിടിച്ചു പൊക്കാനും താക്കാനും തുടങ്ങി. ആദ്യം കുറെ വായു മുകുളങ്ങളാണ് വന്നത്. പിന്നീട് അവിടെ നിന്ന് ധാരധാരയായിട്ട് വെള്ളമൊഴി. അദ്ദേഹം യഥേഷ്ടം ആ വെള്ളം കുടിച്ചു. അദ്ദേഹം ഉന്മേഷവാനായി. ശേഷം ആ മൺഭരണിയിൽ വീണ്ടും വെള്ളമൊഴിച്ച് നിറച്ച് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അദ്ദേഹം ആദ്യം കണ്ട കുറിപ്പടിയുടെ ലാസ്റ്റിൽ എന്താണ് ആ കുറിപ്പടി കണ്ടത്? ആദ്യം പ്രൊസീജിയർ, ഈ വെള്ളമെടുത്ത് ഹാൻഡ് പമ്പിൽ ഒഴിക്കുക. അദ്ദേഹം താഴെ ഒരു വരിയും കൂടെ കൂട്ടിച്ചേർത്തു. ബിലീവ് മീ, ഇറ്റ് വിൽ വർക്ക്. എന്നെ വിശ്വസിക്കുക, ഇത് വർക്ക് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാകും, പ്രവർത്തിക്കും. ഇതാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ബിലീവ് മീ, ഇറ്റ് വിൽ വർക്ക്. ഹരേ കൃഷ്ണ. ഇന്നലെ ഒരാള് ഇതേപോലെ പറഞ്ഞൊരു കുട്ടിയാണ് പറഞ്ഞത്. ഓരോന്ന് കണ്ടാൽ അത്ഭുതപ്പെട്ടിട്ട്, ചിലരെ കണ്ടിട്ട്, ചിലർ പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ട്, വാഹനങ്ങൾ ഓടിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി പറഞ്ഞു, എനിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ പിറന്നാലെന്ത്, അല്ലെങ്കിൽ ജനിക്കുവാണെങ്കിൽ ഇങ്ങനെ ജനിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ജനിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ശുചീനാം ശ്രീമതാം ഗേഹേ. ഏതാ ശ്ലോകം വരുന്നത്? ഭഗവത്ഗീത. ശുചീനാം ശ്രീമതാം ഗേഹേ. ഏതാ ശ്ലോകം? ശ്ലോകത്തിലോട്ട് എടുത്താരെങ്കിലും ശ്ലോകത്തിലോട്ട്. ശുചീനാം ശ്രീമതാം ഗേഹി. 3-ാമത്തെ അധ്യായത്തിലാണ് സമയം, ഓർമ്മയില്ല. വരുന്നതിന് മുമ്പിട്ട് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അജാമള ചരിതം. അല്ലേ? ആണോ? അല്ലേ? അജാമള ചരിതം അല്ലേ? അതെ. എന്താ അജാമള ചരിതത്തിൽ പറയുന്നത്? നാമമാഹാത്മ്യം. ഓക്കെ. നാമമാഹാത്മ്യം. ഓക്കെ. എങ്ങനെയുള്ള നാമമാഹാത്മ്യം? ഭഗവാന്റെ നാമം. ഭഗവാന്റെ നാമം. പക്ഷേ ഈ തരത്തിലാണ്. അജാമിളൻ എന്തുകൊണ്ടാണ്, ഞാൻ ആ കഥയിലോട്ടൊന്നും പോകുന്നില്ല, അജാമിളൻ എന്തുകൊണ്ടാണ് മോക്ഷം കിട്ടിയത്? നാരായണ നാമം അവസാനം ഉച്ചരിച്ചു. എന്തുകൊണ്ട് നാരായണ എന്ന് വിളിക്കാൻ സാധിച്ചു? അയാൾ ആദ്യം ഭക്തസേവകനാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പേരിടാൻ തോന്നി? ഭഗവാന്റെ എന്തോ ഭഗവത് സേവനങ്ങൾ ചെയ്തിരുന്നു. ഭഗവാന്റെ ഭക്തനായിരുന്നു ആദ്യം. അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്ത് വേദമന്ത്രങ്ങൾ ജപിക്കാൻ അറിയാമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആത്മീയ ഗുരു ഉണ്ടായിരുന്നു. ആത്മീയ ഗുരുവിനെ സേവനം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അവിടെ വരുന്ന അതിഥികളോട്, പ്രായമായ അംഗങ്ങളോട്, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ നഷ്ടപ്പെട്ടതും അത് തന്നെയാണ്. പറയാം ആ നഷ്ടത്തിലേക്ക്. ഇവരെല്ലാം അദ്ദേഹം ആദരിച്ചിരുന്നു, സേവനം ചെയ്തിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ എത്രയോ വലിയ ഋഷീശ്വര ദുർവാസാവ മഹർഷി വരെയുള്ള, ദുർവാസാവ മഹർഷി ഉൾപ്പെടെയുള്ള എത്രയോ മുനിമാർ
വിട്ടു നനച്ചിരിക്കാതെ പെട്ടെന്ന് ഭക്തിയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതമാകുന്നു, ഇല്ലേ? കാരണമാകുന്നു, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ഇല്ലേ? ശരിയാണോ തെറ്റോ? ശരിയാണ് പ്രഭു. അപ്പം അജാമിളന്റെ കാര്യത്തിൽ നമുക്കതൊരു അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല പ്രഭു. ഒട്ടുമില്ല. ഇപ്പോഴത്തെ പ്രഭു പറഞ്ഞ ശ്ലോകം 6:41 പ്രഭു. 6:41. ആ, വരട്ടെ, എടുത്തു വെച്ചു. അപ്പം ഇപ്പോഴത്തെ രീതി അതാണ്, ഇപ്പൊ സാഹചര്യം അതാണ്, ഇപ്പോഴത്തെ വേഷവിധാനം അതാണ്. അന്ന് അത്രേ പോലും ഇല്ല. ഇന്ന് അങ്ങനെയാണ്, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധകളെല്ലാം മാറിപ്പോകും. നമ്മളെന്നുള്ള നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ്. ഇന്നലെ യാത്ര ചെയ്തതിനെ പറ്റി മെട്രോയിൽ യാത്ര ചെയ്ത കണ്ട കാര്യം, അവര് വസ്ത്രം ഇട്ടോ വസ്ത്രം ഇട്ടില്ലോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരം കാലഘട്ടങ്ങളിൽ അപ്പം അജാമിളിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗവും മാറി. അപ്പം മാർഗവും അദ്ദേഹത്തിന് കിട്ടി. അവസാനം ഭഗവാൻ അവിടെ അലിഞ്ഞു ഏതോ ഒരു സാഹചര്യത്തില്. പക്ഷേ എവിടെയാണോ നിർത്തിയത് അതിനെ ഭഗവാൻ മാനിച്ചു ഒരു കാലഘട്ടത്തിൽ. അപ്പം അദ്ദേഹത്തിന്റെ ഭക്തിയുത സേവന കാലഘട്ടത്തിൽ സതതം കീർത്തയന്തോ മാം. ആ, ശ്ലോകം ഏതാ? മറ്റേ ശ്ലോകം അവിടെ നിൽക്കട്ടെ, പറയാം. സതതം കീർത്തയന്തോ മാം ഏതന്തച്ച ദൃഢവൃതാഹ ഏതന്തച്ച ദൃഢവൃതാഹ നമസ്യന്തച്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസത. ഏതാ ശ്ലോകം വരുന്നത് ഭഗവത്ഗീതയിൽ? മറ്റേ ശ്ലോകം എടുത്തു വെച്ചത് എന്തോ? 9-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. ഇപ്പൊ പറഞ്ഞ ശ്ലോകം ഏതാ? 9-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകം. വായിക്കേ. 9:14 വായിക്കേ. അറിയത്തേ ഉള്ളു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതതം കീർത്തയന്തോ യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. വിവർത്തനം. എല്ലായ്പ്പോഴും എന്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഒരു കൂട്ടം മഹാത്മാക്കളുടെ കാര്യം സംസാരിച്ചുകൊണ്ട് അർജുനോട് പറയുകയാണ്, ഈ മഹാത്മാക്കൾ എന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട്, നിരന്തരം, ഭക്തി ഒട്ടും കൂടി പോകുന്നില്ല. ചെറിയ ചോദിക്കുന്നത് ഭക്തി ഇത്തിരി നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ദൃഢതമമായ മനസ്സോടുകൂടി ഏത് സാഹചര്യത്തിലും. ഇതാണ് നമുക്ക് വേണ്ടത്. വളരെ ശക്തി ആർജിച്ച ദൃഢതമമായ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഏത് സാഹചര്യത്തിലും കൃഷ്ണൻ എന്നെ കൈവിടില്ല. ഏതാ ശ്ലോകം വരുന്നത്? ഭഗവത്ഗീതയിൽ ഏതാ ശ്ലോകം വരുന്നത്? അർജുന, നീ ഒരു കാര്യം മനസ്സിലാക്കൂ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കത്തില്ല. ഏതാ? 9:31. നമേ ഭക്ത്യാ പ്രണശ്യതി കൗന്ദയ പ്രതിജാനീഹി നമേ ഭക്ത്യാ പ്രണശ്യതി. അർജുന, ഒരു കാര്യം നീ എഴുതി വച്ചു നിന്റെ ഹൃദയത്തിൽ, എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കത്തില്ല. ഈ ദൃഢതമമായ ബുദ്ധിയോടെ, ഈ ദൃഢതമമായ വിശ്വാസത്തോടെ അജാമിളൻ ഒരു കാലഘട്ടത്ത് ഭഗവാനെ സേവനം ചെയ്തിരുന്നു. ആ സേവനത്തിന്റെ ഗുണമാണ് ഇഹ ജീവിതത്തിൽ തന്നെ അജാമിളന് മോക്ഷം കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? അതെ പ്രഭു. അപ്പോൾ പറഞ്ഞു വന്നത്, നേരത്തെ ആ കുട്ടി പറഞ്ഞു, ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ പിറന്നാലെന്ന്. അപ്പൊ നടക്കും. പറഞ്ഞു. ആ ശ്ലോകം എടുത്ത് ശുചീനാം ശ്രീമതാം ഗേഹേ. ഹരേ കൃഷ്ണ.
പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായതേ. അങ്ങനെ യോഗത്തിൽ പരാജിതനാകുന്നയാൾ പുണ്യം ചെയ്തവർക്കായുള്ള ഉപരിലോകങ്ങളിൽ ആനന്ദം അനുഭവിച്ചുകൊണ്ട് അസംഖ്യം സംവത്സരങ്ങൾ വാണതിനു ശേഷം നീതിനിഷ്ഠയുള്ള പുണ്യാത്മാക്കളുടെയോ ധനികരുടെയോ കുടുംബങ്ങളിൽ വീണ്ടും പിറക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബാബാജി, ഹരേ കൃഷ്ണ. നേരത്തെ നോക്കൂ, അജാമിളന് സംഭവിച്ചതും അത് തന്നെയാണ്. എന്താ ആദ്യത്തെ വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ വരി എന്താണ് വിവർത്തനം പറഞ്ഞിരിക്കുന്നത്? യോഗത്തിൽ പരാജിതനാകുന്ന പരാജിതനായ ആൾ. അജാമിളൻ യോഗത്തിൽ പരാജിതനായില്ലേ? ആയോ അല്ലേ? അതെ അതെ. കൈവിട്ടു പോയോ? ഒന്നും കൈവിട്ടു പോയില്ല. കൈവിട്ടു പോയില്ലല്ലോ. തത്വത്തിൽ കൈവിട്ടു പോയില്ല. എന്താ ഭഗവാൻ ഗ്യാരണ്ടി പറഞ്ഞത്? യോഗത്തിൽ പരാജിതനാകുന്ന ആൾക്ക് പിന്നീട് അതിനുള്ള അവസരം കൊടുക്കും. ജീവിതത്തിൽ തന്നെ അജാമിളന് അവസരം കൊടുത്തു. അപ്പോൾ നീ നിന്റെ നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾക്കൊപ്പം, നല്ല കർമ്മങ്ങൾക്കൊപ്പം നീ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശുചീനാം ശ്രീമതാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തിയുള്ള, നല്ല സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ, ധനിക കുടുംബത്തിൽ നീ ജനിച്ചിരിക്കും. നീ പറയാറുണ്ട്, നല്ല കുടുംബത്തിൽ പിറന്നായിരുന്നു മതിയായിരുന്നു, നല്ല കുടുംബത്തിൽ പിറക്കണം. നല്ല കുടുംബത്തിൽ പിറക്കാത്തതിന്റെ കാരണം എന്താണ് നമ്മൾ അന്വേഷിച്ചില്ല. ആ കാരണമാണ് നമ്മള് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ലോകത്തിന്റെ ഒരേ ഒരു ശാസ്ത്രം, ആ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് മനസ്സിലാക്കുമ്പോൾ ആണ് ശ്രീകൃഷ്ണ ശരണം മമ എന്ന് അർജുനന്റെ രോമകൂപങ്ങളിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളായിരുന്നു. ശരിയാണോ പറഞ്ഞത്? ആണോ? അതെ. അപ്പം ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് കുട്ടികളെ ഭഗവത്ഗീത പഠിപ്പിക്കാൻ അയക്കുക എന്നത്. ഇതൊരു പാഷന്റെ ഭാഗമല്ല. ഈ പാഷന്റെ ഭാഗം വരുമ്പോഴാണ് ശ്ലോക കോമ്പറ്റീഷൻ മാത്രമായിട്ട് ഒതുങ്ങും. ശ്ലോക കോമ്പറ്റീഷൻ മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ വീണ്ടും ഈ കുഞ്ഞ് ഒരു പ്രായം കിടക്കും, പിന്നെ ഭഗവത്ഗീത വായിക്കാൻ പോകുന്നില്ല. പഴയ കാലത്തെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റും. അച്ഛനും അമ്മയും അത് കണ്ടിട്ട് ആനന്ദിക്കും. എൻ്റെ കുഞ്ഞ് ഭഗവത്ഗീത ശ്ലോകം 700 പഠിച്ചു കഴിഞ്ഞു, അവൻ വലിയ ആളായി. ഇല്ല, ഒന്നും സംഭവിക്കത്തില്ല. ഒന്നും സംഭവിക്കത്തില്ല. സാധാരണ ജനത്തെ പോലെ തന്നെ പറ്റുകയുള്ളൂ. സംഭവിക്കണമെങ്കിൽ ഒരു ശിഷ്യബന്ധത്തിലൂടെ ഭഗവത്ഗീത പഠിക്കണം. ശിലപ്രഭുപാദരുടെ യഥാരൂപം നമ്മൾ വായിക്കണം. അതിലെ സംശയങ്ങൾ ഗുരുക്കന്മാരോട് ചർച്ച ചെയ്യണം, വൈഷ്ണവരോട് ചർച്ച ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറും കാണാപ്പാഠം പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ സ്ഥിതി ഇതാവും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വരികളും വായിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അർജുനനെ പോലെ നമുക്ക് വിജയം കിട്ടും. അവിടെയാണ് ശുചീനാം ശ്രീമതാം ഗേഹി. നല്ല അപ്പം വേറൊന്നും നീ ചെയ്യണ്ട, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട. എന്താ മാത്രം ചെയ്യുന്നത്? ഭഗവാനെ നീ സേവിക്കും. ഭഗവാനെ സേവിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നില്ലേ? സേവിക്കൂ. അപ്പം 56, 57 ശ്ലോകം ഒന്ന് വായിക്കാമോ? ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം 56, 57 ശ്ലോകം. അയം ഹി ശുത്വാ സമ്പന്ന ക്ഷീരവൃത്താ ഗുണാലയ ദൃഢവൃതോ മൃദുർദാന്ത സത്യവാം മന്ത്ര വിച്ഛുചിഹി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അയം ഹി ശ്രുത സമ്പന്ന ശീലവൃത്ത ഗുണാലയ
ധൃതവ്രതോ മൃദുർദാന്ത സത്യവാങ്മന്ത്രവിച്ചുജിഃ ഗുർവജ്ഞാതിഥി വൃദ്ധാനാം ശുശ്രൂഷുരനഹം കൃതഃ സർവഭൂതസുഗുൽസാ ദുർമിതവാഗനസൂയകഃ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. അജാമിളൻ എന്നു പേരുള്ള ഈ ബ്രാഹ്മണൻ അവന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് എല്ലാ വൈദിക സാഹിത്യങ്ങളും നന്നേ ഹൃദ്യസ്ഥമാക്കിയിരുന്നു. നല്ല പെരുമാറ്റത്തിന്റെയും സൽ സ്വഭാവത്തിന്റെയും സദ്ഗുണങ്ങളുടെയും സംഭരണിയായിരുന്നു അവൻ. വൈദികാനുശാസനങ്ങളുടെ നിർവഹണത്തിൽ കർക്കശക്കാരനായിരുന്ന അവൻ വളരെ ശാന്തനും സൗമ്യനും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയവനുമായിരുന്നു. അതിലുപരി അവൻ എല്ലായ്പ്പോഴും വളരെ സത്യസന്ധനും വേദമന്ത്രങ്ങൾ ചൊല്ലാൻ അറിയുന്നവനും വളരെ പരിശുദ്ധനുമായിരുന്നു. അജാമിളൻ അവന്റെ ആധ്യാത്മിക ഗുരുവിനെയും അഗ്നിദേവനെയും അതിഥികളെയും ഗൃഹത്തിലെ മുതിർന്ന അംഗങ്ങളെയും വളരെയധികം ബഹുമാനിച്ചിരുന്നു. തീർച്ചയായും അവൻ മിഥ്യാഭിമാനത്തിൽ നിന്ന് മുക്തനുമായിരുന്നു. എല്ലാ ജീവസത്തകളെയും തുല്യരായി കണ്ടിരുന്ന ധർമ്മിഷ്ഠനായിരുന്ന അവൻ വിഡ്ഢിത്തങ്ങൾ പുലമ്പുകയോ ആരോടെങ്കിലും അസൂയപ്പെടുകയോ ചെയ്തിരുന്നില്ല. ഹരേ കൃഷ്ണ. നോക്കൂ, ഹരേ കൃഷ്ണ. ഈ ഒരു ക്വാളിറ്റി അജാമിള ചരിതം പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? എന്താ പ്രഭു? കേട്ടില്ല. ഈ അജാമിള ചരിതം പറയുമ്പം ഈ ഒരു വശം നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഉണ്ടായിരുന്നു? ഇല്ല പ്രഭു. ഇല്ല പ്രഭു. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പല വ്യാഖ്യാനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ ക്വാളിറ്റിയാണ്, ആ യോഗ്യതയാണ് ഭഗവാൻ അവിടെ പരിഗണിച്ചത്, ഗ്രേസ് മാർക്ക് കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഭഗവത്ഗീത പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കുക, മാനിക്കുക, മറ്റുള്ളവരെ പരദുഃഖ ദുഃഖി. വൈഷ്ണവന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്ന വൈഷ്ണവന്റെ ഗുണം എന്ന് പറയുന്നത് പരദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖത്തെ സ്വന്തം ദുഃഖമായി കാണുക എന്ന്. ഇത്തരം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വികസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരുവൻ ഭഗവത്ഗീത പഠിക്കണം. അതും ചെറിയ നാൾ തൊട്ടേ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു പേഴ്സണാലിറ്റിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? അതെ അതെ പ്രഭു. കാലത്ത് കൂടുതലും വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നതും അത് തന്നെയാണ്. ഞാനൊരു കുഞ്ഞിനോട് പറഞ്ഞതാണ് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ. വീട്ടിലെ മുതിർന്നവരെ, പ്രത്യേകിച്ച് അച്ഛനെയും അമ്മയും, പ്രത്യേകിച്ച് നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് ടി വി കാണുകയോ മൊബൈൽ കാണുകയോ ചെയ്യുന്നു. അല്ലെങ്കിൽ പ്രായമായവര് ടി വിയോ മൊബൈൽ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന്, നമ്മളത് കുഞ്ഞുങ്ങൾ കയറി ചെന്നിട്ട് അത് ഓഫ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കാണും. അവരൊന്നും പറയത്തില്ല, അച്ഛനും അമ്മയും ഒന്നും പറയത്തില്ല. എൻ്റെ കുഞ്ഞ് എന്നുള്ള സ്നേഹം മാത്രമേ കാണത്തുള്ളൂ. ഒരു കോമൺ ഫാക്ട് മാത്രമേ പറയുന്നുള്ളൂ, വശങ്ങൾ പറയുന്നില്ല. അല്ല എൻ്റെ വീട്ടിൽ അങ്ങനല്ല, ഒരു കോമൺ ഫാക്ട്. അപ്പോൾ അവിടെ ആ അച്ഛനും അമ്മയും മനസ്സിന് വേദനയുണ്ടാകും. എന്നാലും അത് പ്രകടിപ്പിക്കത്തില്ല. കാര്യം എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കൊച്ചുമകനാണ് അല്ലെങ്കിൽ കൊച്ചുമകളാണെന്നുള്ള ചിന്ത, ആ സ്നേഹം ഉള്ളിലുണ്ട്. നമ്മളവിടെ സ്വാർത്ഥനായിട്ട് മാറുകയാണ്. പക്ഷേ എൻ്റെ ജീവി അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഉണ്ടാക്കിയത്, ഇതൊക്കെ ഉണ്ടാവാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും കുഞ്ഞുനാളിലെ എൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ വളരണം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ആഹാരം കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തുക എന്നുള്ളതാണ്.
അങ്ങനെ ആ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു ഫലമാണ് അവിടെ നിൽക്കുന്നത്, ഒരു വൃക്ഷമാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആക്കിയത് കൊണ്ടാണ് എനിക്കിന്ന് TV വാങ്ങിക്കാനോ കാണാനോ അല്ലെങ്കിൽ സുഖസമ്പന്നതയിൽ പോകാനോ സാധിച്ചത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് കാരണമായ, അതിന് സഹായിച്ച, ക്ഷമയോടെ ഇത്രയും നാൾ വളർത്തിയ അവരെയും ഞാനൊന്ന് പരിഗണിക്കണം. അവർക്കും ഇതിനുള്ള സ്വാതന്ത്ര്യം, എന്നേക്കാൾ കൂടുതൽ അവകാശം അവർക്കാണ്. കാര്യം അതാണ് നമ്മുടെ പരമമായ ധർമ്മം, സേവനം എന്ന് പറയുന്നത്. അവരെയും കൂടെ മാനിക്കുക എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഈ പ്രായത്തിൽ ഇവിടെ എത്തി നമുക്ക് ഈ കഴിവുണ്ടാക്കി തന്നത് അവരാണ്. അപ്പൊ അവർക്കും ചില ആഗ്രഹങ്ങളെല്ലാം കാണും. ഇതെല്ലാം പറയാൻ കാരണം വേറൊന്നുമല്ല, നിരന്തരം അടുത്ത് പോയി സംസാരിക്കാനും എടുക്കാനും പോകും. ചിലർ ചില കാര്യങ്ങൾ ചോദിക്കുകയും ചിലർ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചില കുട്ടികൾ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണ്. അപ്പൊ അതൊരു കോമൺ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഇന്നിവിടെ നമ്മൾ സംസാരിച്ചത്. ക്ഷമിക്കണം, വിഷയത്തിലേക്ക് കടന്നില്ലായിരിക്കാം, ഭാഗവതം നമ്മൾ പഠിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വായിക്കണം. ഏകം ശാസ്ത്രം ദേവകി പുത്ര ഗീതം, അത് ഫുള്ള് നമ്മൾ പഠിക്കണം, വായിക്കണം. ആരുടെയും കയ്യിലുണ്ടോ അത്? ഏകം ശാസ്ത്രം ഉണ്ടോ? ഉണ്ടോ? എല്ലാവരുടെ കയ്യിലും ഉണ്ട് പ്രഭു. ആ, ഭഗവത്ഗീതയുള്ള കാര്യം ഓർക്കുന്നില്ല പെട്ടെന്ന്, അതാ എല്ലാവരും ഉണ്ട് നാല് വരി കൂടാതെ അത്രയും 4 വരി എങ്കിലും ഞാൻ എപ്പോഴും അവിടെ ചെന്ന് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ഈ 4 വരി തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഇതാണ് നമ്മുടെ സിദ്ധാന്തം. ഏകം ശാസ്ത്രം ദേവകി. പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ത്വമേവ മാതാ ച പിതാ. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ശ്ലോകങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബിന്ദു ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമദേവ ദേവം. എല്ലാം അവിടുന്നാണ്. എല്ലാം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പിതാവും എല്ലാം അവിടുന്നാണ്. കൃഷ്ണായ വാസുദേവായ ഹരയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ പ്രശ്നങ്ങളും എല്ലാ ക്ലേശങ്ങളെയും ദേവകീനന്ദനാണ്. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എന്തുകൊണ്ടാണ് യശോനന്ദൻ എന്ന് എടുത്തു പറയുന്നില്ല? എന്തുകൊണ്ട് പറയുന്നില്ല? എന്തുകൊണ്ടാണ് പറയാത്തത്? ദേവകിയാണ് ഇതാ മാതാവ് പെറ്റമ്മ. വൃന്ദാവനത്തിലെ ദേവകി അമ്മയാണ് യശോദാ മാതാവ്. വൃന്ദാവനത്തിലെ ദേവകി അമ്മയാണ് യശോദാ മാതാവ്. യശോദാ മാതാവിനെയും ദേവകി അമ്മയായിട്ടാണ് തന്നെയാണ് കാണുന്നത്. അതായത് യശോദാമ്മയുടെ പേര് ദേവകി എന്ന് തന്നെയാണ്. അതാണ് വ്യത്യാസം. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് യശോദാനന്ദൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവ സുതം ദേവം കംസചാണൂര മർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ആ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ശ്ലോകം പണ്ടുള്ളവർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെല്ലിയാൽ മതി, കുഞ്ഞുങ്ങൾ ഭയന്ന് കരയത്തില്ല എന്നൊക്കെ. അറിയാമോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, ഇത്രയുണ്ട്. പിന്നെന്താണ്? കാർത്യായനീ മഹാമായ ദേവി സ്തുതി അവിടെ വരികയാണ്. കാർത്യായനീ മഹാമായി മഹായോഗിനധീശ്വരി. ആ, നന്ദഗോപസുതം ദേവി പതിന്മേ കുരുതി എന്ന് പറഞ്ഞു. വീണ്ടും നന്ദഗോപരുടെ കാര്യമാണ് പറയുന്നത്. നന്ദഗോപരുടെ മകന്റെ കാര്യമാണ് പറയുന്നത്. കാർത്യായനി ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്ന പരമമായ, ദുർഗാദേവിയോട് ചെയ്യുന്ന പരമമായ പ്രാർത്ഥനയാണിത്. എനിക്ക് അങ്ങ് എന്താ ചെയ്തു തരേണ്ടത്? നാഥനാക്കി തരണം, നാഥനാക്കി തരണം എന്നുള്ളത്. ആ നാഥൻ ആണ് നമുക്ക് വേണ്ടത്. പിന്നെന്താ? സറണ്ടർ ചെയ്യാണ്. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ദാസോഹം തവ കൃഷ്ണ, തവ കൃഷ്ണ തവാസ്മി, ഞാൻ അങ്ങയെ സേവനം ചെയ്താളാം എന്നുള്ള ഒരു വാക്ക് കൂടി നമ്മൾ കൊടുക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിച്ച് സാഷ്ടാംഗം പ്രണമിച്ച് ഇന്ന് അങ്ങോട്ട് നമുക്ക് പ്രസാദ മന്ത്രം ചെയ്യാം. അല്ലേ? അങ്ങനെയല്ലേ? അല്ലേ?
ഏകം ശാസ്ത്രം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ ഓടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ഏകം ശാസ്ത്രം ചൊല്ലാൻ സമയമായില്ലല്ലോ. ഏകം അപ്പൊ എന്താണ് പ്രസാദത്തിന്റെ സമയം ചോദിക്കത്തില്ല, ഏകം ശാസ്ത്രം ചൊല്ലാനായോ എന്ന് ചോദിക്കും. ഏകം ശാസ്ത്രം ചൊല്ലണ്ടേ? ഏകം ശാസ്ത്രം ചൊല്ലാൻ നമ്മൾ മത്സരിക്കും, അതുവരെ കിടന്നുറങ്ങും ക്ലാസ്സിന്റെ മുമ്പിൽ. ഏകം ശാസ്ത്രം ചൊല്ലാൻ മത്സരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? പ്രസാദം കഴിക്കാൻ. പ്രസാദം. സത്യം പറയുകയാണ്, പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ പോകുമായിരുന്നു. പ്രസാദത്തിന്റെ സമയത്ത് നമ്മൾ ഇവിടെ കാണും. പക്ഷെ ആ പ്രസാദത്തിനും ഒരു മഹിമയുണ്ട്. ശ്രീല പ്രഭുപാദർ ഈ ലോകത്ത് മുഴുവൻ ഭക്തരെയും സൃഷ്ടിച്ചത് ഈ പ്രസാദത്തിലൂടെയാണ്, പ്രഭുപാദരുടെ പ്രസാദത്തിലൂടെയാണ്. അത് കൈനീട്ടി വാങ്ങിച്ചവരാരും രക്ഷപ്പെടാതിരുന്നില്ല. എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് ശ്രീല പ്രഭുപാദർ ശിഷ്യന്മാരായിട്ട് മാറുകയും ചെയ്തു. അതുപോലെയാണ് നമ്മുടെ കുട്ടികളെയും, പഠിക്കുന്ന വീട്ടിലെ കുട്ടികൾക്കും പ്രസാദം തന്നെ കൊടുത്ത് വളർത്തണം. പ്രസാദം കൊടുക്കണം, നിവേദിച്ച് പ്രസാദം കൊടുത്ത് ശീലിക്കണം. ഹരേ കൃഷ്ണ വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും കൂടുതലൊന്നും വായിക്കാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. എങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും കാണാൻ ഉള്ള അവസരം തന്ന ഗോവിന്ദരാജൻ പ്രഭു, ആദിദത്ത പ്രഭു, ഒപ്പം മറ്റുള്ള എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഒബ്ജക്ഷൻ, യുവർ ഓണർ, കാര്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് സമയം